തലേന്നത്തെ ഒരു അടിപൊളി സ്റ്റേക്ക് ശേഷം ഞങ്ങൾ ഇതാ നോർത്തേൺ അയർലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അറിയാത്ത ഏത് സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോഴും ഊബർ വഴി ടാക്സി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ നല്ല സാധ്യത ഉണ്ട്. ഇന്നൊരു മൂടിയായിട്ടുള്ള റെയിനി വെതർ ആയിരുന്നു. നമ്മളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ടൂറാണ്. അങ്ങനെ നോർത്തേൺ അയർലൻഡിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബെൽഫാസ്റ്റിൽ ഞങ്ങൾ വന്നിറങ്ങി. ലഗേജ് ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ബെൽഫാസ്റ്റ് സിറ്റി ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഒരു ഡേ ടൂർ ബസ്സിലാണ് ഇന്ന് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുന്നത് കേട്ടോ. ടിക്കറ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. നമ്മൾക്ക് ഒരാൾക്ക് 28 പൗണ്ട്സ് ആണ് ഒരു ടിക്കറ്റിന് വന്നത്. അപ്പം നമ്മൾ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്കാണ് ഈ പോണത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടും ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ് തോന്നുന്നു ബെൽഫാസ്റ്റ് സിറ്റിയിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ബസ്. അതിലെ ഡ്രൈവർ തന്നെയാണ് അതിലെ ഗൈഡും. ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന ഫേമസ് വെബ് സീരീസ് ഉണ്ട്. അതിലെ ഫേമസ് ലൊക്കേഷൻസ്ക്കാണ് ഇന്ന് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. So we took the best of Giant's Causeway. Good morning guys. Good morning from Northern Ireland. So നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. എന്താ പേര് ഡെസ്റ്റിനേഷന്റെ? ഇതാണ് നമ്മളൊരു ട്യൂട്ടർ, നമ്മളെ ഗൈഡ് ഇതാണ്. ആ പറഞ്ഞ സംഭവമാണിത്. എനിക്ക് കണ്ടിട്ട് മറ്റേ നമ്മളെ പാലക്കാടുള്ള ടിപ്പു സുൽത്താൻ കോട്ട പോലെ ഇരിക്കുന്നത്. ഈ നോർത്തേൺ അയർലൻഡ് ട്രിപ്പ് പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് ചെയ്തത് ഞാനല്ലാത്തത് കൊണ്ടും ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സീരീസ് ഇതുവരെ കാണാത്തത് കൊണ്ടും എനിക്ക് ഈ സ്ഥലങ്ങളെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിലും ഈ മൂടിയായിട്ടുള്ള വെതറും ചാറ്റൽ മഴയും കടലും ഒക്കെ കൂടെ വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഡേ ടൂറിന്റെ ഐറ്റിനറിയിലുള്ള ഓരോ സ്ഥലത്തും നമുക്ക് അലൗഡ് ആയിട്ടുള്ള കുറച്ച് സമയമുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ സ്ഥലം കണ്ട് തിരിച്ചു നമ്മൾ ബസ്സിലോട്ട് കയറണം. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. ത്രൂ ഔട്ട് ദി ജേർണി മൈക്കിൽ കൂടെ ഡ്രൈവർ ഓരോ സ്ഥലങ്ങളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാല് അവർക്കൊരു ഐറിഷ് സ്ലാങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കുറച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബസ്സിന് നല്ല വൈഡ് ആയിട്ടുള്ള വിൻഡോ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോടയും കടലിന്റെ ഓരത്തു കൂടെയുള്ള ഈ യാത്രയ്ക്ക് ഭയങ്കര രസം തന്നെയായിരുന്നു. മൂടിക്കെട്ടിയ മേഘവും പെയ്തില്ലാന്ന് തോന്നിക്കുന്ന ചാറ്റൽ മഴയും കടലാണെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള തിരമാലകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ തിരമാലകള് ഈ കറുത്ത കല്ലിലോട്ട് വന്ന് അടിക്കുമ്പോഴും അങ്ങ് ദൂരെ കടലിന്റെ ആഴങ്ങളിൽ നോക്കിയാല് കുറെ ഡോൾഫിൻസ് നല്ല സന്തോഷത്തില് ഡൈവ് ചെയ്ത് ആടി തിമിർക്കുന്നത് ഇങ്ങനെ കാണായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തില് ഒരു മിസ്റ്റിക് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നോർത്തേൺ അയർലൻഡ് ട്രിപ്പില് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്താന്ന് ചോദിച്ചാല് ഇത് തന്നെയാണ് കേട്ടോ. 2-2.5 മണിക്കൂർ ഈ കടലിന്റെ തീരത്ത് കൂടെയുള്ള ഡ്രൈവും ഈ മിസ്റ്റിക് ഫീലിങ്ങും ഡോൾഫിൻ കുട്ടന്മാരുടെ കാഴ്ചകളും ഒക്കെ തന്നെയാണ് കേട്ടോ. അല്ല, നമ്മള് ഊട്ടിയിലും മൈസൂരൊക്കെ പോയത്. സൂപ്പർ. ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സീൻ ഓർക്കുന്നുണ്ടാവും. അതിലെ നടി ഇങ്ങനെ കയറി വരുന്നത്. ബ്രാവോസ് കനാൽ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സാധാരണക്കാരായിട്ടുള്ള ഐറിഷ് ആളുകൾ താമസിക്കുന്ന ചെറിയൊരു പട്ടണം. We'll continue on and we'll come through Archway, which is the Red Arch, due to the red sandstone in the area. The area is also known as Red Bay. ആ കാണുന്ന വീടുകളൊക്കെ നോക്കിയേ, അവര് വാതില് തുറന്ന് വരുന്നത് തന്നെ കടലിലോട്ടാവും അല്ലേ. കടലിലേക്ക് നോക്കിയാല് ഇടയിലായിട്ട് കുറെ സെക്ഷൻസ് ആക്കി തിരിച്ച് നമുക്ക് കാണാം. അത് സാൽമൺ ഫാമുകളാണെന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഈ സ്ഥലത്ത് ജീവിക്കുന്ന ഐറിഷ് പീപ്പിൾസിന്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഈ കടലിൽ നിന്ന് വരുന്ന വരുമാനം തന്നെ ആവും. ഈ കാഴ്ചകളൊക്കെ ഭയങ്കര പിക്ചറിസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ടാണ് പോണത്. കോട നിറഞ്ഞ ഈ മലയോരത്ത് കൂടെയുള്ള ഈ യാത്രയും താഴെ ഒഴുകുന്ന അരുവിയൊക്കെ കാണുമ്പോൾ എത്ര ഫോട്ടോയും വീഡിയോ എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല.
that's due to all this limestone that's in the water that acts as a bit of a filter, like in a fish tank or an aquarium. So it soaks out all the dirt. നോർത്തേൺ അയർലാൻഡിന്റെ ഈ ലാൻഡ്സ്കേപ്പിന്റെ കളർ ഗ്രേഡിംഗ് ഒന്ന് നോക്കിയേ. ഇളം ചാണകപ്പച്ച, ഇരുണ്ട പച്ച, കറുപ്പ് കളറ്, കാപ്പി കളറ്, അങ്ങനെ മൊത്തത്തിൽ ഒരു നിഗൂഢത നിറഞ്ഞൊരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും. പോരാത്തതിന് ഇതുപോലത്തെ ഒറ്റപ്പെട്ട വീടുകളും. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡാർക്ക് ഹെഡ്ജസ് ആണ് കേട്ടോ. ഗെയിം ഓഫ് ത്രോൺസിലെ ഈ സീന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ സീനിലെ സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നമുക്ക് ലഞ്ച് ബ്രേക്കും തന്നായിരുന്നു. ടോട്ടൽ 1 hour ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവർ നമ്മളെ കൊണ്ടുപോയത് ഒരു വൈൻ ഷോപ്പിലേക്കാണ് കേട്ടോ. അയർലാൻഡ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള വൈന് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. വർഷങ്ങളോളം എടുത്തിട്ട് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഐറിഷ് വൈൻസിന് ഭയങ്കര ഡിമാൻഡാണ് ഓൾ ഓവർ ദി വേൾഡ്. നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയിട്ടുള്ള ജയന്റ് കോസ്വേ ആണ്. ഈ ഒരു സൈറ്റിലാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത്. കാരണം കുറേ താഴത്തോട്ട് നടന്നിട്ടാണ് നമ്മൾ ആ ലൊക്കേഷൻ കാണാൻ പോണത്. പേര് പോലെ തന്നെ പ്രദേശം ഭയങ്കര ജയന്റ് ആയിരുന്നു. അതായത് ഭയങ്കര വലുതായിരുന്നു. നമ്മളങ്ങനെ എല്ലാവരുടെയും കൂടെ താഴത്തോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് പോന്നു. അങ്ങനെ തിരിച്ച് നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് അവർ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക. നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ ഇംഗ്ലണ്ടിലോട്ട് തിരിച്ചു പോവും. അങ്ങനെ നമ്മുടെ ബസ് അവിടെ എത്തിയപ്പോഴത്തേനും ഈവനിങ് ആയി, ഇരുട്ടാൻ തുടങ്ങി. സിറ്റി സെന്റർ എത്തി ഉടനെ തന്നെ എയർപോർട്ട് ബസ് എടുക്കണമായിരുന്നു നമ്മുടെ പ്ലാന്. വന്നത് ഫെറിയിലാണെങ്കിലും തിരിച്ചു പോണത് ഞങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു. രാത്രി 9:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ബെൽഫാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. ടോയ്ലറ്റിൽ പോയി ഒന്ന് ഫ്രഷൻ അപ്പ് ചെയ്ത് കുറച്ച് മിറർ സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അയ്യോ ന്യൂട്രിജീന സ്നേഹം എന്തിനാ അറിയോ വിഷമിക്കുന്നത്? അവളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ന്യൂട്രജീന മോയ്സ്ചറൈസർ അവരെടുത്ത് ബിന്നിലിടുന്നത് കണ്ടിട്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 100 ml മുകളിലുള്ള ഒരു ലിക്വിഡ്സും ക്രീംസും ഹാൻഡ് ബാഗേജിൽ അലൗഡ് അല്ല എന്നുള്ളത്. എൻ്റെ ഒരു ട്രോളിങ് കൂടെ ഞാൻ അവിടെ ബിൻ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ടിക്കറ്റിൽ എപ്പോഴും ബാഗിന്റെ ഡയമെൻഷൻസും ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാ. അങ്ങനെ കുറേയേറെ നല്ല മെമ്മറീസുമായിട്ട് ഞങ്ങൾ ബെൽഫാസ്റ്റിൽ നിന്ന് ലിവർപൂളിലോട്ടാണ് ഫ്ലൈറ്റ് കയറിയത്. ഓൾമോസ്റ്റ് 1.5 hour കൊണ്ട് നമ്മൾ ലിവർപൂളിലെത്തി. ലിവർപൂളിൽ നിന്ന് പിന്നെ നമ്മൾ ബസ് എടുത്തിട്ടാണ് പോയത്. ഞങ്ങൾ കുറെ മെമ്മറീസ് ഒക്കെ പറഞ്ഞ് കുറെ ചിരിച്ചിട്ടാണ് വീടെത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.